നമ്മുടെ വീട്ടിൽ ഈ കുഞ്ഞിയ വലിയ ആൾക്ക് വേണ്ടി മാറ്റി വെച്ചൊരു ഈവനിങ് ആയിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ അവനായിട്ടൊരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് ഞാനും അമ്മയൊക്കെ. നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അന്ന് ഞാൻ ഗെറ്റ് ടുഗദറിന് പോയ അന്ന് മുതൽ ഇവനായിട്ട് എങ്ങോട്ടെങ്കിലും പോകണം, ഇവന് കളിക്കാൻ പറ്റിയ സ്ഥലത്തേക്കൊക്കെ പോകണം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. അന്ന് അവനെ കൊണ്ടുപോകാതെ പോയ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള പുഞ്ച പാർക്കിലേക്കാണ് കേട്ടോ. വൈകിട്ടൊക്കെ മക്കളായിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ്. കാണുന്ന റോഡില്ലേ, അവിടെയാണ് കേട്ടോ നമ്മുടെ വീട്. നമ്മുടെ വീടിന് ഇത്ര അടുത്തേ ഉള്ളൂ, പക്ഷേ പാടം വഴിയൊന്നും ഇപ്പോൾ വരാൻ പറ്റില്ല. നമ്മൾ റോഡ് വഴിയാണ് വന്നത്. ഇവിടെ വന്ന ഏരിയയിൽ ഈ പാർക്ക് വരുന്നത് അമ്മ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. ടിക്കറ്റ് ഒരാൾക്ക് 40 രൂപ വെച്ചിട്ടാണ് വരുന്നത്. നക്ഷമോനാണെങ്കിൽ ഇവിടെ വന്നത് മുതൽ ഈ ബോളുമലാണ് കേട്ടോ കണ്ണ്. അവൻ്റെ ഒരുപാട് ബോളുണ്ട്, പക്ഷേ അതൊന്നും അവന് വേണ്ട. ഇവിടെ എത്തിയപ്പോൾ ഇത് വേണം. അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം ആളുകൾ ഉണ്ടായിരുന്നു. അവിടെ കുട്ടികളൊക്കെ ആയിട്ട് വെക്കേഷൻ ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. മക്കളൊക്കെ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ നക്ഷമോൻ ആദ്യം തന്നെ ഒരു ഊഞ്ഞാലിലാണ് കേട്ടോ കയറ്റിയത്. അതും കയറിയപ്പോൾ ഭയങ്കര ചിരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അവനത് പറ്റിയില്ല. അതേപോലെ അവൻ വേഗം ഇറങ്ങിയിട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ റൈഡിലൊക്കെ അവനെ കയറ്റിയെങ്കിലും അവൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു വണ്ടറടിച്ച് നിൽക്കലാണ് കുട്ടി. എന്നാലും കുട്ടീനെ ഞങ്ങൾ ഈ സ്ലൈഡിലൊക്കെ കയറ്റിയപ്പോഴത്തേനും കുട്ടിക്ക് പേടിയാണ് അവൻ്റെ മുഖത്തുണ്ടായിരുന്നത്. അപ്പം തന്നെ നമ്മൾ വേഗം അതിൽ നിന്നൊക്കെ ഇറക്കി. ഇതിലൊന്നും അവൻ ഇരിക്കുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ 3 ആളും കൂടി പോയിരുന്നിട്ട് ഊഞ്ഞാലൊക്കെ ആടിയിട്ടോ. അപ്പോഴാണ് നമ്മൾ കുഞ്ഞു കുട്ടികളുടെ ഊഞ്ഞാൽ കാണുന്നത്. അതിലവനെ കയറ്റിയപ്പോഴും അവൻ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങണം. പിന്നെ അവൻ്റെ മെയിൻ പരിപാടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവൻ്റെ മെയിൻ ഓട്ടാണല്ലോ, അവൻ അത് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആൾ ക്ഷീണിച്ചപ്പോൾ വന്നിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന വാട്ടർ ബോട്ടിലൊക്കെ മേടിച്ചിട്ട് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. വെള്ളം കുടിക്കുമ്പോൾ അവനീ നോക്കി നിൽക്കുന്നത് അവിടെയുള്ള കുട്ടികളെയാണ്. അവനാണെച്ചാൽ പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞപ്പോൾ ഇതിലൊന്ന് കയറ്റി നോക്കിയപ്പോഴാണ് കേട്ടോ ആൾ ഹാപ്പി ചെയ്ത്. അവൻ ഇത് ഭയങ്കര ഇഷ്ടമായി. അവനെ കൊണ്ട് പറ്റുന്ന പോലെ ചാടാനൊക്കെ നോക്കുന്നുണ്ട്. പിന്നെയാണ് നമ്മൾ അറിഞ്ഞത് 4 വയസ്സിന് താഴെയുള്ള കുട്ടികളെ അതിൽ കയറ്റാൻ പാടില്ലെന്ന്. അപ്പോൾ തന്നെ നമ്മൾ വേഗം അവനെ ഇറക്കിയിട്ടോ. പിന്നെ അവനിതാ ഈ ഫുൾ ഓട്ടമായിരുന്നു. അവിടെ ഇങ്ങനെ ഒരു മൂണിൻ്റെ ഇതേപോലത്തെ ഒരു സ്റ്റാച്ചു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ കയറി ഇരിക്കുന്നുണ്ടായിരുന്ന ആൾ. പിന്നെ ഞാൻ അവനായിട്ട് കൈ പിടിച്ചിങ്ങനെ നടന്നപ്പം അവിടെ എല്ലാവരും നോക്കിയും കണ്ടൊക്കെ ഇങ്ങനെ എൻ്റെ കൂടെ ഇങ്ങനെ നടന്നു കിട്ടും നല്ല കുട്ടിയായിട്ട്. ഓരോ മക്കളൊക്കെ ഇങ്ങനെ സ്ലൈഡിലും കാര്യത്തിൽ കയറുന്ന കാണാൻ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അവിടെ ഒരു ഐസ്ക്രീമിൻ്റെ കട ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഐസ്ക്രീം തായോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ചേട്ടനാണെങ്കിൽ അവനെ കാണുന്നും കൂടി ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ എന്ത് വിചാരിച്ചു, ഒരു ഐസ്ക്രീം മേടിക്കാമെന്ന് വിചാരിച്ചു. നമ്മളൊരു ഐസ്ക്രീമും മേടിച്ചു, അവനൊരു കോണും മേടിച്ചു. എന്നിട്ട് ആ കോണിൽ ചെറുതായിട്ട് നമ്മുടെ കയ്യിലുള്ള ഐസ്ക്രീം ഒന്ന് ആക്കി കൊടുത്തു. അവിടെ ഇരുന്നിട്ട് ഭയങ്കര എൻജോയ് ചെയ്ത് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഈ വണ്ടി, ഇതാണ് അവന് ഇഷ്ടമായത് കേട്ടോ. ഈ റൈഡിലാണ് അവൻ അവിടെ ചെന്നിട്ട് ഏറ്റവും കൂടുതൽ കയറിയത്. അതിലിങ്ങനെ കയറിയിരിക്കുക, നമ്മളിങ്ങനെ ഉന്തി കൊടുക്കുക. പിന്നെ ആൾ ക്ഷീണിച്ചപ്പോൾ നമ്മളത് അവിടെ നിർത്തിയിട്ടിട്ട് കുറച്ച് നേരം അതിലൊക്കെ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ അവനായിട്ട് നേരെ ഒരു ഊഞ്ഞാലിൽ പോയിരുന്നു. ഊഞ്ഞാലിൽ പോയിരുന്നപ്പോൾ തുടങ്ങിയടോ ഒരു ഗാനമേള. അവൻ തന്നെ എഴുതിയ ലിറിക്സ് ആണേ, ഒന്ന് കേട്ടു നോക്കേ. എങ്ങനെയുണ്ട് നമ്മുടെ നക്ഷമോൻ്റെ പാട്ടൊക്കെ? അടിപൊളിയല്ലേ? വൈകിട്ട് മക്കളായിട്ട് വന്നിട്ട് കുറച്ച് നേരം എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം കേട്ടോ. മക്കൾക്ക് മാത്രമല്ല, നമ്മൾക്കും മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവും. അപ്പോൾ അവിടെ അടുത്തുള്ളവരൊക്കെ വന്ന് നോക്കുക, അടിപൊളിയാണ്. ഒരു 6:30 ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വന്നു. അപ്പോൾ ഓക്കെ, ബൈ.